ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ ഫെറോ സിമെൻറ്റ് കൊണ്ട് ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഗുണവും ദോഷവും ഒന്ന് പറയണം എന്നതിനെക്കുറിച്ച്. ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഫെറോ സിമെൻറ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അപ്പോൾ നമുക്ക് ഗുണത്തിൽ നിന്ന് തുടങ്ങാം. അതായത് ഇന്ന് നമുക്ക് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ നല്ല ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ് ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഫെറോ സിമെൻറ്റ്. അതായത് ഫെറോ സിമെൻറ്റ് ഡോർ ഇല്ലാതെ നമുക്കൊരു സ്ക്വയർ ഫീറ്റ് 100 രൂപയ്ക്കും, ഡോർ ഉൾപ്പെടെ അലൂമിനിയത്തിൻ്റെ ഡോറൊക്കെയാണ് ഒരു 400 രൂപ. ഇനി അതല്ല ഡോർ അതിൽ നമുക്ക് അലൂമിനിയം, WPC, PVC, മൾട്ടിവുഡ്, മറൈൻ പ്ലൈവുഡ്, വുഡ് ഏത് വേണേൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. നെഗറ്റീവ്സ് ഏതാണെന്ന് നോക്കാം. നെഗറ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു ഇൻറ്റീരിയർ ആവശ്യങ്ങൾക്കാണ്. കിച്ചൺ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, വെള്ളം വീഴുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ തിക്നെസ് വരുന്നത്, അതായത് ഒരു ബോർഡിൻ്റെ തിക്നെസ് വരുന്ന 16-18 mm തിക്നെസ്സാണ്. ഇത് ഉണ്ടാക്കുന്നത് ചിക്കൻ മെഷ് ഉപയോഗിച്ചിട്ടാണ്. ഈ ചിക്കൻ മെഷിൻ്റെ ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിൽ, ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർ ക്വാളിറ്റി കുറഞ്ഞിട്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ ഈ പ്രോഡക്റ്റിന് ഡിഫക്റ്റ് ഉണ്ടാവും. ഈ ചിക്കൻ മെഷ് തുരുമ്പ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഐ റിപ്പീറ്റ്, ഇത് ക്വാളിറ്റിയിലല്ലാതെ ഉണ്ടാക്കുന്നെങ്കിൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. 2, ഇത് പോറസ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നിങ്ങൾക്കറിയാം ഫെറോ സിമെൻറ്റ് പോറസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് വെള്ളം വലിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. വാട്ടർ അബ്സോർപ്ഷൻ കൂടുതലും വാട്ടർ റിപ്പൾഷൻ കുറവുമുള്ള പ്രോഡക്റ്റ്. അതുകൊണ്ട് ഇതിന് പൂപ്പൽ വരാനായിട്ടുള്ള സാധ്യതകൾ 100%. അതായത് നിങ്ങളുടെ വാർഡ്രോബിലൊക്കെ നമ്മുടെ എന്താ പറയുക, ഈ ഡ്രസ്സൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പൂപ്പൽ വരും. അതായത് ആൽഗെ ഫംഗൽ അറ്റാക്ക് ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് പോറസ് ആയതുകൊണ്ട്. 3, ഇത് മോഡുലാർ കിച്ചൺ അല്ല എന്നുള്ളതാണ്. മോഡുലാർ കിച്ചൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്ത് ഇളക്കി മാറ്റാം, കൊണ്ടുവന്ന് ആ മൊഡ്യൂൾസ് അങ്ങനെ കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല, മൊഡ്യൂൾസ് ആയിട്ട് ചെയ്യുന്നതല്ല, മോഡുലാർ അല്ലാത്ത ഒരു മെറ്റീരിയലാണ്. ഇനി ഈ ഫംഗൽ ആൽഗെ അറ്റാക്കുകൾ വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നോട് ഒരു വഴി പറഞ്ഞുതരാം. നമ്മൾ ഇത് പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ഇതാരും പുട്ടിയിട്ടതിന് ശേഷം പെയിൻറ്റ് ചെയ്യാറില്ല. നിങ്ങൾ പുട്ടിയിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു വാട്ടർ പ്രൂഫ് പ്രൈമർ അടിക്കുക, PU പെയിൻറ്റ് ചെയ്താൽ നമുക്ക് ഈ ഫംഗൽ ആൽഗെ അറ്റാക്കുകൾ, പ്രത്യേകിച്ച് പൂപ്പലിൻ്റെ അറ്റാക്കുകൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഫെറോ സിമെൻറ്റ് കൊണ്ട് ചെയ്യാൻ വയ്യേ എന്ന് ചോദിച്ചാൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞതുപോലെ ചെയ്യണം. നല്ലൊരു ഫേമിനെ തിരഞ്ഞെടുക്കണം. ആ ഫേമിനെ കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യിക്കുക. അവർ നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല പ്രൊഡക്റ്റ്, നല്ല പ്രൊഡക്റ്റീവായിട്ട് ഐഡിയാപരമായിട്ട് ചെയ്യുന്നൊരു ഫേം ആയിരിക്കണം എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലൂമിനിയത്തിൽ ചെയ്യാം. അപ്പോൾ അലൂമിനിയം കിച്ചണിനെ കുറിച്ചുള്ള വീഡിയോ വേണ്ടേ? സ്റ്റേ ട്യൂൺഡ്. നന്ദി, വീണ്ടും വരും.